ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മിക്കു ആടിനെ അഴിച്ചു കെട്ടാൻ ഓമനമ്മയുടെ കൂടെ പറമ്പിലേക്ക് വന്നേക്കുക കേട്ടോ. ആടുകൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല മിക്കൂടെ വന്നേക്കുന്നത്. പക്ഷേ മിക്കു ആണെങ്കിൽ അവരെ പേടിപ്പിക്കുവാണേ. ഞാനുണ്ടെന്നുള്ള ധൈര്യത്തിലാട്ടോ ഇവനെ ഈ കിടന്ന് പേടിപ്പിക്കുന്നവരെ. ഞാനില്ലെങ്കിൽ പേടിയാണേ. ചുമ്മാ കാണിക്കുന്ന കേട്ടോ ഈ ഷോയൊക്കെ. ഇവന് സത്യത്തിൽ പേടിയാ. പക്ഷെ ഞാനുണ്ടല്ലോ എന്നുള്ളൊരു കാര്യത്തിലാണ് അവനവിടെ നിൽക്കുന്നത് കേട്ടോ. ഓമനാമ്മയ്ക്കാണെങ്കിൽ ആടുകളെ അഴിച്ചു കെട്ടണം, പിന്നെ പുല്ലും പ്ലാവിലയും കഞ്ഞിവെള്ളമൊക്കെ കൊടുക്കണമായിരുന്നു കേട്ടോ. അതാ ഈ സമയത്ത് ഞങ്ങൾ പറമ്പിലേക്ക് വന്നത്. അപ്പം ഞാനോർത്തന്ന് മിക്കുവിനെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന്. ഇവിടെ കേട്ടോ നമ്മൾ ആടുകളെ അഴിച്ചു കെട്ടാറുള്ളത്. ഈ മിക്കു ഇരുന്ന് എന്തൊക്കെയോ തിന്നുകയോ എടുക്കുകയോ ഏണ്ടൊക്കെ ചെയ്യുവാണേ. കരിയിലയും കമ്പും കോലും ഒക്കെ വായിലിടുക. മുഖം ഇരിക്കുന്ന കണ്ടില്ലേ? ഇച്ചിരി സമയം വെളിയിലേക്ക് വന്നപ്പോൾ തന്നെ അവൻ്റെ മുഖത്ത് അവൻ ചെളി പറ്റിച്ച്. ഓമനാമ്മ ആടുകളെ ഒത്തിരി വർഷമായിട്ട് വളർത്തുന്ന കേട്ടോ. അവർക്ക് സെപ്പറേറ്റ് കൂടൊക്കെ ഉണ്ട്. അവരെ ആ കൂട്ടിലാണ് വളർത്തുന്നത്. ഇവൾക്ക് 2 കുട്ടികളുണ്ടായിരുന്നു. ഒന്ന് ഇതാണ്, ഒന്ന് 2 മുട്ടനാട്ടും കുഞ്ഞുങ്ങളാണ് ഉണ്ടായത്. ഒരെണ്ണത്തെ കഴിഞ്ഞിടയ്ക്ക് ഒരാൾക്ക് കൊടുത്തായിരുന്നു. ഇപ്പം ഈ അമ്മയും ഇതിൻ്റെ ഒരു കുഞ്ഞും ഉള്ളൂ. ഇവർക്ക് പുല്ലൊക്കെ ഓമനാമ്മ താഴെയുള്ളൊരു കണ്ടത്തിൽ പോയി കേട്ടോ ചെത്തിക്കൊണ്ട് വരുന്നത്. 1-2 ദിവസം കൂടി പോയി ചെത്തിക്കൊണ്ട് വരും കേട്ടോ. നമ്മുടെ അല്ലുക്കുട്ടൻ്റെ വീഡിയോയിൽ മിക്കുവിനെയും എന്നെയൊക്കെ നിങ്ങൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അത് എൻ്റെ വീടാട്ടോ. അവിടെ ഞാൻ നിന്നത് എൻ്റെ അനിയന് ഒരു ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു 1 വർഷവും 2-3 മാസത്തോളം ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ അവനെ നോക്കാൻ വേണ്ടി അവിടെ നിന്നതാണ് കേട്ടോ. ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഇങ്ങോട്ട് വന്നെങ്കിലും അവിടെ വീണ്ടും ഒരു എമർജൻസി കേസുകളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് തന്നെ പോയി പിന്നെ അവിടെ തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ. അവൻ്റെ ബൈക്കൊന്ന് മറിഞ്ഞതാ. ഹെൽമെറ്റ് വെച്ചിട്ടായിരുന്നു. അപ്പം തലയ്ക്ക് 2 സർജറിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുക കേട്ടോ. അതാ ഞാൻ അവിടെ നിന്നിരുന്നത്. പിന്നെ ഇപ്പം വലിയ കുഴപ്പമില്ലാഞ്ഞതുകൊണ്ട് ഞാനിപ്പം തിരിച്ചിങ്ങോട്ട് വന്ന കേട്ടോ. അവൻ്റെ പേര് വിഷ്ണു എന്നാട്ടോ, എൻ്റെ അനിയൻ്റെ പേര്. 2 അനിയന്മാരുള്ളത്. ഒന്ന് വിഷ്ണുവും ഒന്ന് അജിത്തും. വിഷ്ണുവിനാട്ടോ ആക്സിഡൻറ്റ് പറ്റിയത്. അവന് അന്നും ജോലിക്ക് പോയിട്ട് വന്നിട്ട് പിന്നെ വൈകിട്ട് അച്ഛനെ കൂട്ടാൻ വേണ്ടി പോയപ്പം അവൻ ബൈക്ക് ഇറക്കത്തിൽ വെച്ച് തെന്നി മറിഞ്ഞാന്ന് അടുത്ത് കണ്ടവർ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒത്തിരി നാളോളം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അവന് പിന്നെ ഇതുവരെ അവൻ ജോലിക്കൊന്നും പോയിട്ടില്ല. ആദ്യത്തെ സർജറി കഴിഞ്ഞിട്ട് തലേന്ന് തലയോട്ടിയുടെ ഒരു ഭാഗം എടുത്ത് വയറ്റിൽ വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ അത് 6 മാസം കഴിഞ്ഞ് പിന്നെ സർജറി ചെയ്ത് വയറ്റിൽ നിന്ന് എടുത്ത് തലയിലേക്ക് തിരിച്ചു വെച്ചു. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ അവിടെ നിന്നത്. അവന് മേലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അവിടെ നിന്നത് കേട്ടോ. പിന്നെ എന്നെ ഇവിടുത്തെ അമ്മയും ചേട്ടായും എന്നെ അവിടെ നിർത്തി. ഇത്രയും നാൾ എന്നോട് അവിടെ നിന്നോളാൻ തന്നെയാണ് പറഞ്ഞത്. ഓമനാമ്മ എൻ്റെ അമ്മായി ആട്ടോ, എൻ്റെ അമ്മാവൻ്റെ ഭാര്യയാണ്. ചേട്ടായി എൻ്റെ അമ്മാവൻ്റെ മോനാട്ടോ. ഞങ്ങളങ്ങനെയാണ് കല്യാണം കഴിച്ചത്.